പ്രിയരെ, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സംബന്ധമായ നടപടിക്രമങ്ങളെ പരിചയപ്പെടുത്തുവാൻ പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന ത്രിതലം ലളിതം എന്ന ഉദ്യോഗസ്ഥ പരിശീലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ത്രിതലം ലളിതത്തിന്റെ ഈ 5-ാം അധ്യായത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആരെല്ലാമാണ് പോളിംഗ് ഒഫീഷ്യൽസ് അഥവാ പോളിംഗ് ഉദ്യോഗസ്ഥർ? ഓരോ പോളിംഗ് ബൂത്തിലും എത്തുന്ന പ്രിസൈഡിംഗ് ഓഫീസറും 1, 2, 3 പോളിംഗ് ഓഫീസർമാരാണ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പോളിംഗ് ഒഫീഷ്യൽസിന്റെ ഗണത്തിൽ വരുന്നത്. അവരെ സഹായിക്കുന്ന സെക്യൂരിറ്റി ജോലികൾ നിർവഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ നൽകുന്ന സെക്ടറൽ ഓഫീസർമാരോ ഈ ഗണത്തിൽ വിടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും ജോലികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് അവർ ഏറ്റെടുക്കേണ്ടത് എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. 1-ാം പോളിംഗ് ഓഫീസർക്ക് 3 ചുമതലകളാണ് നിർവഹിക്കാനുള്ളത്. ബൂത്തിലേക്ക് അനുവദിക്കുന്ന മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോളിന്റെ കസ്റ്റോഡിയൻ 1-ാം പോളിംഗ് ഓഫീസറാണ്. ബൂത്തിലെത്തുന്ന വോട്ടർമാരെ തിരിച്ചറിയുക എന്നുള്ളതാണ് 2ാമത്തെ കടമ. ഇത് രണ്ടും പൂർത്തീകരിച്ചാൽ വോട്ടറുടെ സീരിയൽ നമ്പറും വിവരങ്ങളും ഉറക്കെ മറ്റുള്ളവർക്ക് വിളിച്ചു പറയുക എന്ന ജോലി കൂടി 1-ാം പോളിംഗ് ഓഫീസർ നിർവഹിക്കേണ്ടതുണ്ട്. ഇലക്ടറൽ റോളിന്റെ വോട്ടർ പട്ടികയുടെ മാർക്ക്ഡ് കോപ്പിയിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് ലഭിക്കുന്ന വോട്ടർ പട്ടികയിൽ സാധാരണഗതിയിൽ പോസ്റ്റൽ ബാലറ്റ് PB എന്ന് മാർക്ക് ചെയ്തായിരിക്കും ലഭിക്കുക. ഇതിനകത്ത് ഒരു പുരുഷ വോട്ടറാണ് വരുന്നതെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് ഡയഗണൽ ആകൃതിയിൽ ഒരു വര വരച്ച് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ഇനി അതൊരു സ്ത്രീ വോട്ടർ ആണെങ്കിൽ ആ ക്രമ നമ്പറിന് ചുറ്റും ഒരു വട്ടം വരയ്ക്കേണ്ടതുണ്ട്. ഇനി 3ാമത്തെ ജെൻഡറായ ട്രാൻസ്ജെൻഡർ ആണ് വരുന്നതെങ്കിൽ ആ വരയ്ക്ക് മുകളിലായി T എന്ന് രേഖപ്പെടുത്തേണ്ടതുണ്ട്. വോട്ടർ പട്ടികയിലെ ചെറിയ തെറ്റുകളൊക്കെ തന്നെ പരിഗണിക്കാതെ മുന്നോട്ട് പോകാമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. 1-ാം പോളിംഗ് ഉദ്യോഗസ്ഥന്റെ 2ാമത്തെ കർത്തവ്യം വോട്ടറെ തിരിച്ചറിയുക എന്നുള്ളതാണ്. 8 രേഖകളാണ് വോട്ടറെ തിരിച്ചറിയുന്നതിന് അവലംബിക്കേണ്ടത് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. ഇലക്ഷൻ ID കാർഡ്, പാസ്പോർട്ട്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഫോട്ടോ പതിച്ച SSLC ബുക്ക്, നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, ഏതെങ്കിലും സർക്കാർ സ്ഥാപനം നൽകിയിട്ടുള്ള തിരിച്ചറിയൽ രേഖ എന്നിവ ഉപയോഗിച്ച് വോട്ടറെ തിരിച്ചറിയണം. 1-ാം പോളിംഗ് ഓഫീസറുടെ 3ാമത്തെ ചുമതല തിരിച്ചറിഞ്ഞ വോട്ടറുടെ വിവരങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയുക എന്നുള്ളതാണ്. പോളിംഗ് ബൂത്തിലുള്ള, പോളിംഗ് സ്റ്റേഷനിലുള്ള പോളിംഗ് ഏജന്റുമാർക്കും സഹ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും കേൾക്കുന്ന രീതിയിൽ വോട്ടറുടെ ക്രമ നമ്പറും അതുപോലെ തന്നെ പേരും വിളിച്ചു പറയണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2-ാം പോളിംഗ് ഓഫീസർ 3 ചുമതലകൾ നിർവഹിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതിൽ 1ാമത്തേത് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് ഫോം 21A കൃത്യമായി പൂരിപ്പിച്ച് പരിപാലിക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഫോം 21A പരിപാലിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫോം 21A ആദ്യത്തെ പുറമാണ് മോണിറ്ററിൽ കാണുന്നത്. ഇതിൽ പഞ്ചായത്തിന്റെ പേരും ഏത് വാർഡിലേക്കാണ് മത്സരിക്കുന്നതെന്ന പേരും രേഖപ്പെടുത്തിയതിനു ശേഷം പോളിംഗ് ബൂത്തിന്റെ പേരും നമ്പറും വോട്ടർ പട്ടികയുടെ ഭാഗ നമ്പറും രേഖപ്പെടുത്തേണ്ടതുണ്ട്. വോട്ടർ രജിസ്റ്ററിന്റെ അകം പേജിൽ 4 കോളങ്ങളിലാണ് രേഖപ്പെടുത്തേണ്ടത്. അതിൽ 1ാമത്തെ കോളം ക്രമ നമ്പറാണ്, 2ാമത്തേത് വോട്ടർ പട്ടികയിലെ വോട്ടറുടെ ക്രമ നമ്പറാണ്, 3ാമത്തേത് വോട്ടറുടെ ഒപ്പാണ്, 4ാമത്തേത് റിമാർക്സ് കോളമാണ്. 1-ാം കോളമായ ക്രമ നമ്പർ നേരത്തെ തന്നെ പുസ്തകത്തിൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ക്രമ നമ്പർ യാതൊരു കാരണവശാലും മാറ്റുവാനോ തിരുത്തി എഴുതുവാനോ അല്ലെങ്കിൽ ഒരു കോളം വിട്ട് എഴുതുവാനോ പോളിംഗ് ഉദ്യോഗസ്ഥരെ
അധികാരമില്ല. കൃത്യമായി ഓരോ കോളത്തിലും വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ രേഖപ്പെടുത്തി മൂന്നാമത്തെ കോളത്തിൽ വോട്ടറുടെ ഒപ്പ് വാങ്ങിക്കുക എന്നുള്ളതാണ് ഈ വോട്ടർ രജിസ്റ്റർ പരിപാലിക്കുന്നതിലെ പ്രധാന കർത്തവ്യം. ഇതിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഈ രേഖപ്പെടുത്തൽ ഉണ്ടാകും. അത് പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. രണ്ടാം പോളിംഗ് ഓഫീസറുടെ രണ്ടാമത്തെ കർത്തവ്യം വോട്ടറുടെ കയ്യിൽ മഷി പുരട്ടുക എന്നുള്ളതാണ്. വോട്ട് ചെയ്തതിന് തെളിവായി വോട്ടറുടെ ഇടത് ചൂണ്ടുവിരലിൽ താഴെ ജോയിന്റിൽ നിന്ന് നഖം വരെയുള്ള ഭാഗത്താണ് മഷി പുരട്ടേണ്ടത്. മഷി പുരട്ടുമ്പോൾ ഒരുപാടധികം മഷി പുരട്ടി കൈ വൃത്തികേടാകാവുന്ന രീതിയിലേക്ക് പുരട്ടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാം പോളിംഗ് ഓഫീസർ മൂന്നാമതായി ചെയ്യേണ്ടത് വോട്ടർ സ്ലിപ്പുകൾ പൂരിപ്പിച്ച് നൽകുക എന്നുള്ളതാണ്. വോട്ടർ സ്ലിപ്പിൽ 21A രജിസ്റ്ററിലെ ക്രമനമ്പറും അതേപോലെ തന്നെ വോട്ടർ പട്ടികയിലെ ക്രമരംഗങ്ങളും രേഖപ്പെടുത്തി പോളിംഗ് ഓഫീസർ ഒപ്പുവെക്കണം. ഈ വോട്ടർ സ്ലിപ്പ് തുടർന്ന് മൂന്നാം പോളിംഗ് ഓഫീസർക്ക് നൽകുകയാണ് വേണ്ടത്, വോട്ടർക്ക് നൽകുകയല്ല ചെയ്യേണ്ടത്. ഇനി മൂന്നാം പോളിംഗ് ഓഫീസറുടെ കർത്തവ്യങ്ങളിലേക്ക് നോക്കാം. മൂന്നാം പോളിംഗ് ഓഫീസറാണ് കൺട്രോൾ യൂണിറ്റിന്റെ കസ്റ്റോഡിയൻ. കൺട്രോൾ യൂണിറ്റിനെ കൃത്യമായി സൂക്ഷിച്ച് മറ്റ് ആളുകളിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ബാധ്യത മൂന്നാം പോളിംഗ് ഓഫീസറുടേതാണ്. ഓരോ വോട്ടറും വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ ബാലറ്റ് ബട്ടൺ ട്രിഗർ ചെയ്തുകൊണ്ട് വോട്ടിങ്ങിന് തയ്യാറാക്കി കൊടുക്കൽ മൂന്നാം പോളിംഗ് ഓഫീസറുടെ ചുമതലയാണ്. മൂന്നാം പോളിംഗ് ഓഫീസറുടെ അടുത്ത ജോലി രണ്ടാം പോളിംഗ് ഓഫീസർ നൽകുന്ന വോട്ടർ സ്ലിപ്പ് വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ക്രമപ്രകാരം തന്നെ അത് അടുക്കി വെച്ച് 50 എണ്ണം ആകുമ്പോൾ അത് ബണ്ടിലാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് പതിവ്. മറ്റൊരു ജോലി രണ്ടാം പോളിംഗ് ഓഫീസർ പതിപ്പിച്ച മഷി വോട്ടറുടെ കയ്യിൽ തന്നെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഈ 2 കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം മാത്രമേ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബാലറ്റ് ട്രിഗർ ചെയ്തു കൊടുക്കാൻ മൂന്നാം പോളിംഗ് ഓഫീസർ തയ്യാറാകാൻ പാടുള്ളൂ. പ്രിസൈഡിംഗ് ഓഫീസറാണ് പോളിംഗ് സ്റ്റേഷന്റെയും പരിസര പ്രദേശത്തിന്റെയും മേൽനോട്ട ചുമതല വഹിക്കേണ്ട ഉദ്യോഗസ്ഥൻ. പോളിംഗ് സ്റ്റേഷൻ തയ്യാറാക്കൽ, പോളിംഗ് ഏജന്റുമാർക്ക് പാസ് നൽകൽ, ബൂത്തിനകത്ത് പോളിംഗ് സ്റ്റേഷനകത്ത് കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റുകളും കൃത്യമായി സെറ്റ് ചെയ്യൽ, മോക്ക് പോൾ നടത്തൽ, നിയമത്തിൽ പറയുന്ന പ്രഖ്യാപനങ്ങൾ നടത്തൽ, വിവിധ തരം റിപ്പോർട്ടുകൾ തയ്യാറാക്കൽ, പോളിംഗിന് ശേഷം ഇലക്ഷൻ രേഖകൾ കൃത്യമായി സീൽ ചെയ്ത് വെക്കൽ, ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ അതിന് എങ്ങനെയൊക്കെ തയ്യാറാകണം, നേരിടണമെന്ന് നിയമം പറയുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യൽ, പോളിംഗ് മെറ്റീരിയൽസ്, പോളിംഗ് സാമഗ്രികൾ കൃത്യമായി റിട്ടേണിംഗ് ഓഫീസർക്ക് പോളിംഗിന് ശേഷം കൈമാറൽ, ഇതിനൊക്കെയുള്ള മേൽനോട്ട ചുമതലയാണ് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഉള്ളത്. ത്രിതലം ലളിതത്തിന്റെ ഈ 5-ാം അധ്യായത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ചുമതലകളും കർത്തവ്യവും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഏവർക്കും പാലക്കാട് ജില്ലാ തിരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.